ലാഭം നഷ്ടം നോക്കാറില്ല. ആൾക്കാര് നമ്മൾ സർവീസ് ചെയ്യുക, അവർക്ക് അവരെ തൃപ്തിപ്പെടുത്തുക, അവർ സന്തോഷത്തോടെ. നമുക്ക് വെള്ളം കുടിക്കാനുള്ള പൈസ കിട്ടിയാൽ മതി. വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല. വെള്ളം കൂടി നടക്കുന്നുണ്ടല്ലോ. വെള്ളം കൂടി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബിയറും അടിക്കുന്നുണ്ട്. ബിയർ അടിക്കുമ്പോൾ ആ വെള്ളം അഹങ്കാരമല്ല, വല്ലപ്പോഴും ഇതൊക്കെ വേണമല്ലോ മനുഷ്യനായ. ഇല്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനായി? എല്ലാ ദിവസവും ചായയും കടിയും കൂടെ ആയിട്ടിരുന്നാലും എല്ലാ ദിവസവും ചായയും കടിയും ഒരു കുടിയും കൂടെ വേണ്ട. ഒരു കുടിയും കൂടെ വേണ്ട. അതെ അതെ, അതാണ് എൻ്റെ ഒരു രസം. ഐറ്റംസ് എടുത്തു. എനിക്കൊരു ചൂട് സുഖിയൻ. ഏത് കൊതി കൊണ്ട് കണ്ട് നിന്നൊരു കൊതി. നമ്മൾ കാട്ടാക്കടയ്ക്കടുത്ത് ചൂണ്ടുമല മുക്കി തന്നെ വീണ്ടും നെയ്യാർ ഡാം പരിസരത്തോട്ട് പോകാനായിട്ട് വന്നപ്പോൾ ഒരു ചായക്കട ഉണ്ട്. വടക്കട എന്നാണ് എൻ്റെ പേര്. അവിടെ കയറി ചായ കുടിക്കാം, 2 ദോശ ഇന്നാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇവിടെ ചില സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുന്നു. അതായത് ഈ കേക്ക്, ബജ്ജി ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നു. അത് കണ്ടപ്പോൾ ഒരു കൗതുകം, ഒന്ന് കയറി നോക്കാം. ഇത് കേക്കാണല്ലേ? ഇത് കേക്ക് ആവശ്യം പോലെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട് എണ്ണയിൽ. അതെന്തുണ്ടാകാൻ എന്തിനുള്ളത്? അതെന്തോ ബജിയ? ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാം ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യണം. മുട്ടയൊക്കെ അവിടെ കട്ട് ചെയ്ത് എടുത്ത്. മുട്ട ബജി എന്ന് പറയുമ്പോൾ ഒരു പകുതി മുട്ടയാണ് ഒരെണ്ണത്തിനകത്ത് അല്ലേ? നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും സപ്ലൈ ചെയ്യുന്നുണ്ടോ? അത് ഇവിടെ തന്നെ ഇപ്പൊ ഇനിയിപ്പോ ഇത് കേക്കാണ് ഇപ്പൊ അടുപ്പിൽ കിടക്കുന്നത്, എണ്ണയിൽ കിടക്കുന്നത്. ഇനിയിപ്പോ ബജിയുടെ പരിപാടിയാണ്. രാവിലെ മുതൽ തന്നെ സവാള അരിയുന്നതിനാണ്. ഉള്ളിവട ഉണ്ട്. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? കേക്കുണ്ട്, ബജികൾ എല്ലാം ഉണ്ട്, മുളക് ബജിയുണ്ട്, പിന്നെ ഉഴുന്നോടുണ്ട്, പരിപ്പുവടുണ്ട്, കാരാവടുണ്ട്, പഴക്കേക്കുണ്ട്, പഴംപൊരിയുണ്ട്, ഉള്ളിവട ഉണ്ട്. അപ്പൊ ഐറ്റംസ് കടി എന്ന് പറയുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട്. വടക്കട അത്യാവശ്യം കടിക്കേണ്ട എല്ലാം ഉണ്ട്. ഇത് എന്താണ്? മോദകത്തിനുള്ള സംഭവം പയറ് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് മറ്റേ ഇതില് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ടാൽ മതി, മോദകമാവും. ഐറ്റംസ് എല്ലാം റെഡിയാണ്. രാവിലെ മുതൽ നമ്മൾ ഇങ്ങനെ ഉണ്ട്. എല്ലാ ദിവസവും എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ട്? വെളുപ്പിന് 4 മണി വരെ ഉണ്ട്. 9 മണി വരെ ഈ ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. പിന്നെ അത്യാവശ്യം ദോശ, ഇഡലി വല്ലതും വേണമെങ്കിൽ അതുകൊണ്ട്. എത്ര ആളായി ഇവിടെ തുടങ്ങിയിട്ട്? 3 വർഷമായി. അങ്ങനുണ്ട്. പക്ഷെ മുഖത്തിനൊരു തെളിച്ചില്ലാത്ത പോലെ. അതാണ് തെളിച്ചില്ലാത്തത്. ഞാനിതിങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ചോദിക്കെങ്കിലും മറുപടി പറയുമ്പോഴേക്കും മസില് ലാഭം കുറവിന്റെ ഒരു വിഷമമാണ്. കുഴപ്പമില്ല, നമുക്ക് ഓരോ രൂപ വെച്ച് കൂട്ടിക്കും. ആരും വാങ്ങിക്കത്തില്ല, വില കൂടി ആരും വാങ്ങിക്കത്തില്ല. ഇപ്പൊ കടിയെല്ലാം ഒരു വിലയാണ് ഇവിടെ. എത്ര രൂപ? എല്ലാത്തിനും 10 രൂപ ഉണ്ട്. അത് കുറവല്ലല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാങ്ങിക്കുന്നുണ്ട്. ഏകദേശം കേക്ക് റെഡിയായ ലക്ഷണമാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എടുക്കുന്നതും കൂടെ നമുക്കൊന്ന് കാണാം. എടുത്തിട്ട് അടുത്ത ഐറ്റം ഏതാണ് ഇടുന്നതെന്ന് നോക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ
സുഖിയൻ്റെ പരിപാടി മോദകത്തിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയറും അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അത് പിന്നെ മാവിൽ മുക്കിയിട്ട് മാവിലെ കോമ്പിനേഷനൊക്കെ അവർക്ക് അറിയാവുള്ളൂ. എന്തായാലും അതുണ്ടാകുന്ന കാണാനുള്ളൊരു ചന്തമാണ് നമ്മളെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ദാസ്. നേരത്തെ തന്നെ ഈ ഇത് ചായയുടെ കട പരിപാടി തന്നെയാണോ? ആ വലിയ ഷെഫാണ്. അടുത്ത് മുട്ട ബജിയാണ്. ഇതിൽ കളറിന് വൈവിധ്യമുണ്ട്. മറ്റേ എന്താണ്, ഓരോ കളറും പ്രത്യേകമാണ്. ബജിക്ക് ഒരു റെഡിഷ് കളറാണ്, സുഖിയനൊരു മഞ്ഞ കളറാണ്. ഇതൊക്കെ ഒരു താളമാണ്. രാവിലെ മുതൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കും. കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ റെഡിയാവുന്നത് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. കാരണം എല്ലാം കൊതിയുള്ള ഐറ്റംസാണ്. കൂടുതലായിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഓരോന്ന് കണ്ട് കൊതി വിടാനേ പറ്റുള്ളൂ, കഴിക്കാനും പറ്റത്തില്ല. ഓയിലുള്ളതൊക്കെ കുറച്ച് കഴിക്കാനുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പഞ്ചായത്ത് വിട്ടു പോകുന്നതാണ് നല്ലത്. ഒരു ചൂട് സുഖൻ കഴിക്കുന്നതിൽ എനിക്ക് താല്പര്യം ഇല്ലാതില്ല. ജോലി ചെയ്യുന്നതിനാണ് ഇതൊക്കെ കാണണേ നമ്മുടെ പരിപാടിയൊക്കെ. ഒരു സിംഗിൾ ആംപ്ലേറ്റ് എന്താ നമ്മൾ ചെറിയ സഹായം കൂടെ ചെയ്തത്. ദാസ് വിദേശത്ത് പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഷെഫാണ്. നമ്മളിപ്പോൾ ഈ ഇതുകൊണ്ട് തൃപ്തനായിട്ട് ഒരു കൊച്ചു സ്ഥാപനം അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ദാസ് അണ്ണൻ ഇപ്പൊ റെഡിയാക്കി അവിടെ കൊണ്ടുവച്ച ചൂട് ഐറ്റമാണ്. അണ്ണാക്ക് പൊള്ളുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തുറന്നു നോക്കാം. ആവി വറക്കുന്ന സുഖിയൻ. ഈ സുഖിയൻ എന്ന് പറഞ്ഞാൽ സുഖിയൻ കണ്ടു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിർത്തി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സുഖിയൻ കഴിച്ച് ഇതുപോലുള്ള നമ്മളെ പറഞ്ഞ സ്ഥലം മനസ്സിലായല്ലോ, നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് കാട്ടാക്കടയ്ക്കടുത്ത് ചൂണ്ടുവല മുക്കിൽ വടക്കണ ദാസണ്ണൻ്റെ കട. നമ്മുടെ ഇവിടെ ബാക്കി സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ട്. ചായ കുടിക്കാം, കടിയടിക്കാം, എല്ലാം കഴിക്കാം. ഞാൻ ഈ കടി അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നല്ല നല്ല ഏലക്കായും ഒക്കെ ഇട്ട് നല്ല മണവും രുചിയും ഒക്കെ ഉള്ള സുഖം.